ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഉണ്ടാക്കിയൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. കുറേ വെളുത്തുള്ളി കേടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ കുഞ്ഞുമോൾക്ക് 2 എക്സാമും കൂടെയാണ് ഉള്ളത്. ചൊവ്വാഴ്ചത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വെക്കേഷനായി. കുഞ്ഞുമോൾ ഇവിടെ കൂൾ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വലിയ മോളിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ തലേ ദിവസം എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. മണാലിയിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ തേക്കുന്നുണ്ട്. 3 ദിവസമായിട്ട് പണിക്കാരുണ്ടായിരുന്നു. നാളെയും കൂടി പണി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി വരികയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ നോക്കാം. നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് സമയം ഒരു തുണിയിൽ പരത്തി വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. സ്റ്റൗവിൽ കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ തുണിയിൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കണം. നമ്മളിതിൽ കുറച്ച് കല്ലുപ്പും ഓയിലും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി വന്നപ്പോൾ കുഞ്ഞുമോൾക്ക് കഴിക്കാനുള്ള പത്തിരി ഇറച്ചിക്കറിയൊക്കെ അച്ചമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാ കുഞ്ഞുമോള് അച്ചമ്മ കൊടുത്തയച്ചിട്ടുള്ള ചിക്കൻ കറിയും പത്തിരിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.